ഈ സിനിമ തന്നെയും ആൾക്കാർ അങ്ങനെ കാലങ്ങളായിട്ട് റിപ്പീറ്റഡായിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും പ്രത്യേകിച്ച് ഈ പൂച്ച എന്ന് പറയുന്ന എലമെൻ്റൊക്കെ ആൾക്കാരിങ്ങനെ വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് ആ ചോദ്യങ്ങൾ എപ്പോഴും എത്തുന്നുണ്ട് എവിടെ ചെന്നാലും പുതിയ ജനറേഷനിലെ ആൾക്കാരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ. അതുപോലെ പാട്ടുകൾ അങ്ങനെയാണ്. ഇപ്പോൾ എത്രയോ ജനമായൊക്കെ ഒരു കൾട്ട് സോങ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഏറ്റവും ഏത് പ്രണയത്തിൽപ്പെട്ട ആൾക്കാർക്കും ആ പാട്ട് ഒരു നൊസ്റ്റാൾജിക് ഫീൽ കൊടുക്കുന്നതാണ് എപ്പോഴും. അല്ലേ, അവർക്ക് ഒഴിച്ചുകൂടാനാത്തൊരു പാട്ടാണ്. ഏത് നഷ്ടപ്രണയമുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ പ്രണയിക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ആ പാട്ട് വല്ലാതെ ഉള്ളിൽ തട്ടി തന്നെയാണ് എനിക്ക് അവർ പാടുകയും കേൾക്കുകയും ചെയ്യുന്നത്. പിന്നെ ഈ ചൂളമടിച്ചു എന്ന് പറയുന്ന പാട്ടിന് ഒരു വൈബ്രൻസ് ഉണ്ട്. ഈ യൂത്തിൻ്റെ എല്ലാ വൈബ്രൻസും ആ പാട്ടിനകത്തുണ്ട്. കൺഫ്യൂഷൻ തീർക്കണമേ അതിനേക്കാൾ ആഘോഷിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഒരു രാത്രി കൂടി എന്ന് പറയുന്നത് ഒരു ഗംഭീരമായ മെലഡിയാണ് അല്ലേ. അതിനകത്തും ഒരു ഒരു മെലങ്കളിയുണ്ട്, അതിനകത്തൊരു സാഡ്നെസ് ഉണ്ട്, ഒരു ഹോപ്പുണ്ട്, ഒരു പ്രണയമുണ്ട്. ഇതെല്ലാം കൂടെ മിക്സായിട്ട് കിടക്കുന്നതാണ്. പിന്നെയും ഉണ്ട് കുഞ്ഞുമണിക്കുട്ടിൽ എന്ന് പറയുന്ന ആ പാട്ടും അതൊരു സെലിബ്രേഷൻ മൂഡ് തന്നെയാണ്. എല്ലാം കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് അതിന് കൃത്യമായ ഒരു മ്യൂസിക് കൊടുത്ത് നമുക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ. അത് വിദ്യാസാഗറിനെ പോലെയും ഗിരീഷ് പുത്തഞ്ചേരിയെ പോലെ രണ്ട് ഗ്രേറ്റ് ക്രിയേറ്റേഴ്സ് ഉള്ളതും കൂടിയാണ്.